മലയാളികൾക്ക് പുട്ട് എന്ന് പറയുന്നത് എന്നും ഒരു വികാരം തന്നെയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയായ ഒരു ചെറുപയർ പാൽക്കറി അതാണിന്ന് ചെയ്യുന്നത്. അതിനായി 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 6 അല്ലി വെളുത്തുള്ളി, ഉള്ളിയും, അരമുറിയുടെ തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പയറൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് പയർ വേവിച്ചെടുക്കുന്നത്. പയറിട്ട് അതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് ഒരു 6 വിസിൽ കേൾപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞു പോകണ്ട. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലിട്ട് വേണം ചെയ്യാൻ. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചെറുപയർ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങയുടെ 2-ാം പാൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കറി ഒന്ന് തിളച്ച് വരണം. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാലും കൂടെ ചേർക്കാം. ഇത് ലൂസായി ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ പാൽക്കറി റെഡിയായിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പപ്പടവും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.